75 വരെ തീർത്തും വിരസമായ ഒരു കളിയിലൂടെ ഫിഫ വേൾഡ് കപ്പ് 2026 ആദ്യത്തെ സെമി ഫൈനലിസ്റ്റുകൾ നിർണയിച്ചിരിക്കുന്നു. രാജമോഹൻ്റെ പെനാൽറ്റി മിസ്സിന് ശേഷം രാജമോഹൻ തന്നെ നേടിയ ഗോളിലൂടെ ലീഡെടുത്ത് ഡെംബെല്ലയുടെ ഗോളിലൂടെ 2-0 മുന്നിലെത്തി ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നലത്തെ പ്രവചനം പോലെ പാരീസിൽ ആഫ്രിക്കൻ അധിനിവേശം ഉണ്ടായില്ല, മറിച്ച് തങ്ങളുടെ കോളനിയായ മൊറോക്കോയെ അടക്കി നിർത്താൻ അറിയാമെന്ന് ഫ്രാൻസിൻ്റെ വിശ്വോത്തര പിള്ളേർ കാണിച്ചു കൊടുത്തു. കാരണം അവിടെയുള്ള ജനിച്ചവരൊന്നും അല്ലല്ലോ. എന്തായാലും മത്സരം അത്ര ആവേശജനകമായിരുന്നില്ല. ഉറക്കമൊക്കെ വന്ന് ഇടയ്ക്ക് പെനാൽറ്റി മിസ് ചെയ്തെടുത്ത് നമ്മുടെ പ്രതീക്ഷ പോലും മൊറോക്കോ പ്രതീക്ഷ പോലൊന്നും കാഴ്ചവെച്ചില്ല. വലിയ പ്രകടനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് ഒരു 10 മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരു മികച്ച സ്ട്രൈക്കറിന്റെയോ മികച്ച ഫ്രണ്ടിലോട്ട് കളിക്കുന്ന മികച്ച പ്ലേയേഴ്സിന്റെയോ ഒരു അപാകത മത്സരത്തിൽ കണ്ടു. ഫ്രാൻസ് നന്നായിട്ട് കളിച്ചു. ഇഷ്ടംപോലെ ചാൻസുകൾ, ഒലീസിനെ ഒലിസയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഇന്നലെ സൃഷ്ടിക്കാൻ പറ്റിയില്ല വെച്ചിരുന്നെങ്കിൽ. പക്ഷെ എംബാപ്പയെക്കാളും ഇന്നലത്തെ കളിയിൽ എനിക്ക് കളിച്ചായിട്ട് തോന്നുന്നു ഒലീസിന്റെ എന്താ റീച്ചാണ് അല്ലേ, എന്താ ഹൈറ്റിന്റെയും കാലിന്റെയും ഒക്കെ അഡ്വാൻറ്റേജ് എടുക്കുക. ബോളൊക്കെ ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ട് പോകാം. 2 ഫേക്കിലൂടെ എതിരാളികളെ നിഷ്പ്രഭരാണ്. അതിന്റെ ഇടയ്ക്കൂടെ കൊണ്ടുപോകുന്ന കാണുന്നത് എന്ത് ഭംഗിയാണ് കൊണ്ടുപോകുന്നത്. എംബാപ്പയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാണ്, അത് വെച്ച് നോക്കുമ്പോൾ ഡെംബെല്ലയ്ക്ക് എളുപ്പമാണ്. ഗോളി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ആദ്യമൊക്കെ പെനാൽറ്റി തടുത്തു. പക്ഷെ ഷോട്ട് വളരെ മോശമായിരുന്നു. സെക്കൻഡ് ഹാഫ് വരെ അദ്ദേഹം നല്ലപോലെ 60 മിനിറ്റ് വരെ നല്ലപോലെ പിടിച്ചു. ഒരുപാട് ചാൻസുകൾ ഫ്രാൻസ് അടിക്കുക, എല്ലാം അദ്ദേഹമാണ് ഇറങ്ങിയിട്ടുണ്ട്. ഡെംബെല്ലയുടെ ഗോൾ അത്ര മികച്ച ഗോളാണ്. എംബാപ്പയുടെ ഗോൾ ക്ലാസ് തന്നെ, യാതൊരു സംശയമില്ല. എംബാപ്പയുടെ ട്രേഡ് മാർക്ക് ഗോള്. ഡെംബെല്ലയുടെ ഗോൾ ഒരു അത്ര പവറുള്ള കിക്ക് അല്ലായിരുന്നു, എന്നിട്ടും ഗോളിയുടെ റീച്ചിൽ നകന്നു പോയതുകൊണ്ട് ഗോളായി. എന്തായാലും ആദ്യ സെമി ഫൈനലിസ്റ്റ് ആയി. എന്തായാലും ആദ്യത്തെ ഗോളിനെ കുറിച്ചൊരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. എന്തായാലും അത് നമ്മൾ പറയാം, റഫറിമാരുടെ അപാകത ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന മത്സരം തൊട്ടേ എല്ലാവരും പറയുന്നതാണ്, നേരത്തെ പറയുന്നു. എന്തായാലും റബിയോട്ടിന്റെ ഹാൻഡ് ബോൾ ആയിരുന്നു, പക്ഷേ അത് പരിഗണിക്കാതെ റഫറിയുടെ വിവേചനാധികാരം തന്നെയാണ്. പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൊറോക്കൻ കോച്ച് പറഞ്ഞു ഹാൻഡ് ബോൾ കണ്ടപ്പോൾ ഞങ്ങളുടെ പ്ലേയേഴ്സ് കളി നിർത്തിയത്, അത് കണ്ടംകളി അല്ല എന്ന് എല്ലാ പ്ലേയേഴ്സിനാണ് കളി നിർത്തേണ്ടതെന്നുള്ളത്. ഈജിപ്ഷ്യൻ കോച്ചിന്റെ പോലെ തന്നെ മൊറോക്കൻ കോച്ചും അറിയുക പ്ലേയേഴ്സ് കളി നിർത്തേണ്ടത് വിസിലിനും പ്ലേയേഴ്സ് റഫറിമാരുടെ തീരുമാനം ഒക്കെ കളിക്കളത്തെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറയാമെന്നല്ല, പക്ഷെ കളിക്കുമ്പോൾ കളിച്ച് തന്നെ പോകും. അതെ, അത് തടയാൻ നേരത്തെ മുൻകൂട്ടി ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ തടയാം. മനോഹരമായ ഒരു ഷോട്ടായിരുന്നു. ആള് ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നിട്ട് തടുക്കാൻ പറ്റി, ക്ലിയർ ആയിട്ട് ഫിനിഷ് ചെയ്താൽ. അതിന് കൂടുതൽ തർക്കങ്ങളുടെ ആവശ്യമില്ല. എന്തായാലും 2-0 മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിയിലെത്തിയിരിക്കുന്നു. ഇന്ന് സ്പെയിൻ വാസ് ബെൽജിയം. സ്പാനിഷ് സിംഫണി മുഴങ്ങുമെന്ന പ്രതീക്ഷയിലെ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. സ്പാനിഷ് ശക്തരായ പോർച്ചുഗലിനെ തകർത്ത സ്പെയിൻ 606 മിനിറ്റുകളാണ്. സ്പെയിനിന്റെ ഗോൾ പോസ്റ്റ് ഇതുവരെ കുലുങ്ങിയിട്ടില്ല. ലോകകപ്പ് തുടങ്ങി ഇത്രയും സമയമായിട്ടും കുലുങ്ങാതെയാണ് സിമോൺ പോസ്റ്റ് കാത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗോൾഡൻ കപ്പിലേക്ക് സിമോൺ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സെമിയിലെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ രണ്ട് രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നന്നായിട്ട് ഫുട്ബോൾ എപ്പോഴും മുന്നിലേക്ക് വരുന്ന എന്നാൽ വേൾഡ് കപ്പ് ഇല്ലാത്ത രാജ്യങ്ങളായിരുന്നു. അതിനുശേഷം സ്പെയിനിന് ഒരു സുവർണ തലമുറ വരുന്നു. സാവി, ഇനിയാസ്റ്റെ, ടോറസ്, ഫാബ്രിക്കസ്, എന്ത് ടീമാണത്, പിയോള്. ആ സുവർണ തലമുറ അവർക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്നു. അതിനുശേഷം ബെൽജിയത്തിനൊരു സുവർണ്ണ തലമുറ വരുന്നു, പക്ഷെ ബെൽജിയത്തിന് വേൾഡ് കപ്പ് കിട്ടിയില്ല. അപ്പം സുവർണ്ണ തലമുറ കൊണ്ട് ഗുണമുണ്ടാക്കിയ ഒരു ടീമും ഗുണമുണ്ടാകാതെ പോയൊരു ടീമാണ് ബെൽജിയം. ലോകകപ്പ് എടുക്കാതെ എത്രയോ കാലം 1ാം റാങ്കിൽ ഇരുന്ന ടീമാണ് ബെൽജിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള പോരാട്ടം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം. ബെൽജിയത്തിലൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ബെൽജിയത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ബെൽജിയത്തിലെ സുവർണ്ണ തലമുറയുടെ അവസാന വിത്തുകൾ നമ്മുടെ ലുക്കാക്കോ, ഡിബ്രോയിനിയുടെ ഒക്കെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. അത് കോർട്ടിസിന്റെ ലോകത്തെ തന്നെ മികച്ച ഗോൾ കീപ്പറായിട്ട് എഴുതപ്പെട്ട കോർട്ടിസിന്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. കണ്ടറിയണം അവരൊക്കെ എന്താണ് കാണിക്കാൻ. 1986 ക്വാർട്ടർ ഫൈനലിൽ ഇതിനു മുമ്പ് ബെൽജിയവും സ്പെയിനും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബെൽജിയം ജയിച്ചു. ഷൂട്ടൗട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ബെൽജിയത്തിനുണ്ട് എന്ന് തോന്നുന്നു. എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ സ്പാനിഷ് നിര എന്ന് പറയുമ്പോൾ നമുക്കറിയാം യമാലോട്ട്, പെഡ്രി, എല്ലാവരും ഒരു 25 വയസ്സിന് ഉള്ള ഒരു പ്ലേയേഴ്സ്. അവര് നമ്മളിപ്പോ ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുന്ന പ്ലേയേഴ്സാണ്. കാരണം ബാർസലോണ പ്ലേയേഴ്സാണ് പലരും. ബാർസലോണ പേരിൽ എല്ലാവരും അറിയപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അവരുടെ നിലവാരം വേൾഡ് കപ്പിൽ വന്നപ്പോൾ നമുക്കറിയാം
ഇതിനകത്ത് ഒരു മികച്ച താരമായിട്ട് നമുക്ക് അവരുടെ സ്ട്രൈക്കർ അല്ലാതെ വേറെ ആരും പേര് കേട്ടോ കളിയൊന്നും കഴിച്ചില്ല. പക്ഷെ കളി നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ റോഡ്രി, പെഡ്രി, ഓൽമോ ഈ ഒരു 3 പേരുടെ ആ ഒരു ഇതിലാണ് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഫിനിഷ് ചെയ്യുന്നത് യമാലിനെ കൊണ്ടൊന്നും നടക്കുന്നുമില്ല. എന്തായാലും വില്യംസ് ഇന്ന് ഉണ്ടെന്നാണ് പറയുന്നത്, വില്യംസിന്റെ പരിക്കൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കണ്ടറിയാം ഇന്നെന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും മാറ്റങ്ങൾ വരട്ടെ, പുതിയ ചാമ്പ്യന്മാർ ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബെൽജിയത്തെ 2-0 ജയിപ്പിക്കുന്നു. എനിക്ക് ബെൽജിയത്തിന്റെ കളിയിൽ ബെൽജിയം ജയിക്കുമെന്നുള്ള വിശ്വാസമുള്ളത് അവരുടെ കോച്ചിലാണ്. തന്റെ ഏറ്റവും വലിയ ആയുധമാണെങ്കിൽ പോലും പാഴാണെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് സ്പെയിന് വേണ്ടി കരുതി വയ്ക്കുന്നുണ്ടാവും. ആ സർപ്രൈസിൽ സ്പെയിൻ കുടുങ്ങാനാണ് ഞാൻ കാണുന്നത്. മിനിമം ഒരു ഗോളിനെങ്കിലും സ്പെയിൻ തോൽക്കുമെന്നാണ് എന്റെ വിഷയം. കണ്ടറിയാം. എന്തായാലും പ്രൊഡിക്ഷൻസ്, പുതിയ വിജയികൾ വരട്ടെ, ഫ്രാൻസിന് വെല്ലുവിളിയാകുന്ന ഒരു വിജയി വന്ന് കയറട്ടെ എന്ന് വിചാരിക്കുന്നു.